നമസ്കാരം. ക്രിസ്ത്യാനോ റൊണാൾഡോ ഇന്നലെ അൽ നാസറിൻ്റെ കളിയിൽ നേടിയ ഗോളോടെ ഈ കൊല്ലം ഏറ്റവും അധികം ഗോൾ നേടുന്ന കളിക്കാരനായിട്ട് ക്രിസ്ത്യാനോ റൊണാൾഡോ മാറിയിരിക്കുകയാണ്. കാരണം അദ്ദേഹം 54ാമത്തെ ഗോളാണ് ഇന്നലെ നേടിയത്. അപ്പോൾ വിമർശകർ പലതും പറയും. എവിടെയാണ് കളിക്കുന്നത്, സൗദിയിലാണ് കളിക്കുന്നത്, ലീഗ് മോശമാണ്, ഇവിടുത്തെ കളിക്കാർ മോശമാണ്, അവിടുത്തെ ഗോൾ കീപ്പേഴ്സും, അങ്ങനെ പല കാരണങ്ങളും. പക്ഷേ അയാൾ കളിക്കുന്നത് എവിടെയാണെങ്കിലും അദ്ദേഹത്തിൻ്റെ ഏജ് കൂടി നമ്മൾ പരിഗണിക്കണം. കാരണം 38ാമത്തെ വയസ്സിലാണ് 54ാമത്തെ ഗോൾ നേടുന്നത്. നമ്മൾ 38 വയസ്സിൽ നമ്മളെ കളിക്കാരോ നമ്മളൊക്കെ എവിടെയാണ് നിൽക്കുന്നത് എന്ന് ആലോചിച്ചാൽ മതി. അത് ആളുടെ ഡെഡിക്കേഷനും എന്താ പറയുക, ഫുട്ബോളിനുള്ള അതിയായ ആർത്തി മൂലം മാത്രമാണ് അദ്ദേഹം ഇപ്പോഴും 38ാമത്തെ വയസ്സിൽ നിലനിൽക്കാൻ കാരണം. അദ്ദേഹം ഐ ആം ദ ബെസ്റ്റ്, ഞാനാണ് ഏറ്റവും നല്ല കളിക്കാരൻ, എനിക്ക് ഗോളടിക്കണം, എന്തൊക്കെ റിയാക്ഷൻ കളിയിൽ ചെയ്താലും ഗോളടിക്കുന്നുണ്ട്, സ്കോർ ചെയ്യുന്നുണ്ട്. ഒരു കളിക്കാരൻ 54 ഗോള് ഏത് ലീഗിലും ആയിക്കോട്ടെ 54 ഗോളടിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എളുപ്പമുള്ള കാര്യമാണ്. നമുക്കിപ്പോൾ കുറ്റം പറയാം. ഇപ്പോൾ ഈ 38ാമത്തെ വയസ്സിൽ നമ്മളിവിടെ കളിക്കാറെങ്കിൽ 30 വയസ്സായി, നമ്മളോട് സെവൻസിന് ഇറങ്ങിയിട്ട് നമുക്ക് ഗോളടിക്കാൻ പറ്റുന്നുണ്ടാവും? നമ്മളെത്ര എഫേർട്ട് ഇടുന്നുണ്ട്, എന്നിട്ട് നമുക്ക് പറ്റുന്നുണ്ടോ? അത് പറഞ്ഞിട്ട് കാര്യം. അദ്ദേഹം എന്ന് പറഞ്ഞാൽ ടോപ്പിൽ, അദ്ദേഹം ഒരു നിമിഷം ഫുട്ബോൾ ലോകം മുഴുവൻ അടക്കി വാണൊരു കളിക്കാരനാണ്. ഇവൻ ലയണൽ മെസ്സിയുടെ അപ്പോൾ അദ്ദേഹം തന്നെ പറഞ്ഞു 16 കൊല്ലം ഞങ്ങൾ ഒരുമിച്ച് സ്റ്റേജ് ഷെയർ ചെയ്തു ബാലൻ ഡിയോറിൻ്റെ. അതുപോലത്തെ ഒരു കളിക്കാരൻ ഏതാണ്ട് എല്ലാ കളിക്കാരും 30-ലും 34-ലും 35-ലും കളി നിർത്തിയിരുന്ന ഒരു സമയത്താണ് ഇദ്ദേഹം അതൊരു മാതൃകയായിട്ട് 38 വയസ്സ് ഇപ്പോഴും കളിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇനി യൂറോ കപ്പ് കളിക്കുന്നതാണ് പറയുന്നത്. അപ്പോൾ ആ ഒരു ഡെഡിക്കേഷനും പിന്നെ ആ വർക്കൗട്ടും പിന്നെ ഫുട്ബോളിനെ നോക്കിക്കാണുന്ന രീതിയും കൊണ്ട് മാത്രമാണ് 54 ഗോൾ. വിമർശകർക്ക് എന്തും പറയാം, എതിരാളികൾക്ക് എന്തും പറയും, പക്ഷേ എന്തു പറഞ്ഞാലും ഇത് എഴുതിത്തള്ളാൻ പറ്റില്ല. അവരവരെ മനസ്സിൽ അവിടെ സമ്മതിക്കുന്നുണ്ട്. നമ്മൾ ക്രിസ്ത്യാനോ റൊണാൾഡോ 54ാമത്തെ ഗോൾ നേടിയത് ഒരു സാധ്യമായൊരു കാര്യമില്ല. അപ്പോൾ ഈവൻ സൗദി പ്രോ ലീഗിൽ വരെ തന്നെ എത്ര ചെറിയ കളിക്കാരുണ്ട്, അവർക്ക് കൊണ്ട് പറ്റാത്തൊരു കാര്യമില്ല ഇയാൾ വന്നിട്ട് ഒരൊറ്റ കൊല്ലം കൊണ്ട് ചെയ്തത്. ഇപ്പോൾ അതേപോലെ ഇയാൾ യുവൻറ്റസിലും ചെയ്തു, അതേപോലെ യുണൈറ്റഡിനും ചെയ്തു, അതേപോലെ റയലിനും ചെയ്തു. അപ്പോൾ ഇപ്പം അതെന്തോ ആയിക്കോട്ടെ, പക്ഷേ 38ാമത്തെ വയസ്സിൽ ഇങ്ങനെ കളിക്കാൻ കഴിയുക എന്ന് പറയുന്നത് ക്രിസ്ത്യാനോ റൊണാൾഡോ അപാര നേട്ടമാണ്. കാരണം ഈവൻ ഹാരി കെയ്നും എംബാപ്പയും എർലിംഗ് ഹാളൻഡും ഇവരൊക്കെ ഗോൾ മെഷീൻസാണ്. എർലിംഗ് ഹാളൻഡ് ഗോൾ മെഷീനാണ്, ഒറ്റ ടച്ചിലാണ് ഹാളൻഡ് ഗോൾ അടിക്കുന്നത്. അങ്ങനത്തെ ഒരു സ്ഥലത്ത് നിന്ന് ഇയാൾ നമ്പർ 9-ഉം വിങ്ങറും സ്ട്രൈക്കറൊക്കെ കളിച്ചിട്ട് ഇത്ര 54 ഗോൾ ഒരു കൊല്ലം നേടുക എന്ന് പറഞ്ഞാൽ എളുപ്പമുള്ളൊരു കാര്യമില്ല. പക്ഷേ ഹാൻഡ്സ് ഓഫ് ക്രിസ്ത്യാനോ റൊണാൾഡോ ഇനിയും ഇങ്ങനെ ഈ ഫോം മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ഈവൻ യൂറോ കപ്പിൽ അദ്ദേഹത്തിന് നന്നായി കളിക്കാൻ സാധിക്കട്ടെ എന്ന് നമ്മൾ പ്രാർത്ഥിക്കുന്നു. അപ്പോൾ ക്രിസ്ത്യാനോ റൊണാൾഡോ ഇസ് ദ ഗോൾ മെഷീൻ. ഫുട്ബോളിന് വേണ്ടി ആർത്തി പിടിച്ച് ഗോളിന് വേണ്ടി ആർത്തിയതാണ് ഒരു കളിക്കാരന് വേണ്ടത്. അദ്ദേഹത്തെ കണ്ടിട്ട് മാതൃകയാക്കുക. അപ്പോൾ ഈ കൊല്ലത്തെ ഏറ്റവും കൂടുതൽ ഗോൾ നേടി താരമായിട്ട് ക്രിസ്ത്യാനോ റൊണാൾഡോ മാറിയിരിക്കുകയാണ്. അൽ നാസറിന് വേണ്ടി 44-ഉം പോർച്ചുഗലിന് വേണ്ടി 10 ഗോളും, അങ്ങനെ 54 ഗോൾ ഒരു കൊല്ലം നേടി. അപ്പോൾ എളുപ്പമല്ല. ഹാൻഡ്സ് ഓഫ്.